അപ്പോൾ ഹായ് മിച്ചമാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡൂം വൈറ്റ് ഹിയർ. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ പാർട്ട് 2 ആയിട്ടാണ് വന്നേക്കുന്നത്. ലാസ്റ്റ് വീഡിയോയുടെ പാർട്ട് 2 ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ സിറ്റി 1 സ്നോ സിറ്റി 1 ഫുൾ സ്നോ ആണ് ഈ അപ്ഡേറ്റിൽ. അപ്പോൾ ഇത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കാണാം, നമ്മുടെ ലൈറ്റ് ഹൗസ് ഇരുന്ന ഭാഗത്താണ് നമ്മൾ നിന്നത്. ഇവിടെ ഫുള്ള് മഞ്ഞ് കുളിച്ച് കിടക്കുകയാണ്. പിന്നെ ആകെയുള്ളൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറേ വണ്ടി കിടപ്പുണ്ടായിരുന്നു, ചവറ് വണ്ടി. അതെല്ലാം അവന്മാരെടുത്ത് മാറ്റി. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഗായ്സ്, നമ്മുടെ മഞ്ഞ് ഫുള്ള് നല്ല കിഡിലായിട്ട് നമ്മൾ മറ്റേ സാധാരണ മഞ്ഞ് കൊള്ളാൻ വേണ്ടി എവിടെ പോകുന്നത്, നമ്മൾ മറ്റേ ആ ഒരു വിൻ്റർ എപ്പോഴും ഉള്ള ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഹൗസ് 2 എങ്ങാണ്ടുള്ള ആ സ്ഥലത്ത് പോകണം. ഇച്ചിരി നല്ല കിഡിലായിട്ട് മഞ്ഞത്തൊക്കെ വണ്ടി ഓടിക്കണമെന്നുണ്ട്. ഇപ്പോൾ അത് വേണ്ട. നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിൽ ഈ ഒരു ഡിസംബർ കാലം ഫുള്ള് നമുക്ക്, ഡിസംബർ ജനുവരി ടൈം ഫുള്ള് നമുക്ക് മഞ്ഞി കളിക്കാം. ഇപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ജപ്പാനീസ് നമ്മുടെ സമുറായിയുടെ ഒരു സ്ഥലത്താണ് വന്നേക്കുന്നത്. എനിക്കിതിന് വേറൊന്നും പറയാൻ അറിയത്തില്ല. സമുറായി എന്നല്ലാതെ എനിക്ക് ജപ്പാന് അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പം ഇത് ഇവിടെ കണ്ടാൽ അറിയാൻ നല്ല വൃത്തിക്കാണ് ഇവന്മാർ ചെയ്തേക്കുന്നത്. മൊത്തം മഞ്ഞൊക്കെ എന്ന് പറഞ്ഞാൽ പക്കാണ്. നമ്മുടെ എന്താ പറയുക, സ്നോഫോളൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നൈസാണ്. ഇതിൽ മഴ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണെങ്കിൽ ഈ നമ്മുടെ CPM-നകത്ത് മഴ കൊണ്ടുവന്ന നല്ല രസമായിരിക്കും. ഇപ്പം തന്നെ ഇവന്മാർ അത്യാവശ്യം ഡെവലപ്പായി വരുന്നുണ്ട് ഗൈസ്. GTA ഒക്കെ പോലെ അത്യാവശ്യം GTA ഒരു വൈസിറ്റി ലെവലിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട് ഇതിനകത്ത് ഇവന്മാർ. അപ്പം ഇമ്പ്രൂവ് ആയി വരുമ്പോൾ ഭാവിയിൽ നല്ലൊരു ഗെയിമായി മാറുമെന്ന് തോന്നുന്നു. അപ്പം നമ്മളിവിടെ മൊത്തം റൗണ്ട് അടിച്ചിട്ട് ഇവിടെ അത്യാവശ്യം നല്ല കിടിലും സ്ഥലം, എന്താ പറയുക, ഫോട്ടോ എടുക്കാൻ നല്ല കിടിലൻ ലൊക്കേഷനായിട്ടുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമാണ്. ഇപ്പം ഞാൻ ഇപ്പം കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ജപ്പനീസ് സാധനം, ഈ ഒരു ഗേറ്റോ എന്താ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഈ സംഭവം ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇതിൻ്റെ നടുക്കോട്ട് വണ്ടി ഇട്ടിട്ട് നല്ലൊരു കിടിലൻ ഫോട്ടോ എടുക്കാം. ഞാൻ കാണിച്ചു തരാം, സ്ഥലം കാണിച്ചു തരാം. അത് ഇവിടെ ആയിട്ട് വണ്ടി ഇട്ടിട്ട് നല്ല കിടിലൻ ഫോട്ടോ എടുക്കാം. അതിന് ഫോട്ടോ എടുക്കുന്ന ആളുടെ കഴിവും കൂടി ഇരിക്കും ആ ഒരു ഔട്ട്പുട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളതിൽ. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഇതിട്ടിട്ട് നല്ല കിടിലൻ പോലത്തെ ഫോട്ടോ എടുക്കാൻ പറ്റും. അതൊരു കാര്യമാണ്. ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്ന നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇവിടെ നമ്മളിപ്പോൾ എന്താ പറയുക, ഇവിടെ പിന്നെ ഗൈസ് ഈ ഒരു അപ്ഡേറ്റ് നല്ല കിടിലാണെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്നാന്ന് വെച്ചാൽ, ഈ അപ്ഡേറ്റിൽ ഈ മഞ്ഞ് വീണ് കിടക്കുന്ന ഈ സ്ഥലം മാത്രമല്ല, ഇവന്മാർ മാക്സിമം ഡീറ്റെയിലിങ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ ഈ ഒരു ഗേറ്റിൻ്റെ മണ്ടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയായിരുന്നു, അതിൻ്റെ മണ്ടയിൽ മറ്റേ ഐസ് എന്താ പറയുക, ഐസ് ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ മറ്റേ കട്ടയായി പോകത്തില്ലേ, ആ രീതിയിലായിരിക്കുന്നത്. അത് നല്ല രസമുണ്ട്. കാരണം ഇതുപോലൊരു ഗെയിം എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഗെയിമാണ്. അപ്പം അവന്മാർ നമുക്ക് ഇത്രയൊക്കെ തരുന്നുള്ളത് അതൊരു നല്ല കാര്യമാണ്. പിന്നെ വലുതായിട്ട് തരുന്നില്ല. ഇതൊക്കെ എന്താ പറയുക, ഇതിലും കൂടുതൽ നമ്മൾ അർഹിക്കുന്നുണ്ട് എന്നാൾ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സ്ഥലത്തോട്ട് പോകാം. നമുക്കിവിടെ നിന്ന് ടൈം വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല. ഇവിടെ നമുക്ക് ഇറങ്ങി നമ്മുടെ അടുത്ത ലൊക്കേഷൻ നോക്കാം. ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നില്ല. കാരണം എന്താ, പുത്തനായിട്ട് എന്നാ ട്രോപ്പിക്ക് ഓൾറെഡി കൊണ്ടുവന്നു മാപ്പ്. ഇനിയപ്പം ഉടനെ മാപ്പൊന്നും കൊണ്ടുവരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്താ, ഈ ഒരു അപ്ഡേറ്റ് അത്യാവശ്യം നൈസാണ്. കാരണം സിറ്റി 1 ഫുള്ള് വിൻ്റർ തീമിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് മഞ്ഞ് കൂമ്പാരം, പിന്നെ എന്നാ മറ്റേ ലൈറ്റ് ഇത് കണ്ടില്ലേ, ഇതൊക്കെ കറക്റ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ കയറിയ ആ ഒരു എന്താ ടണലിനകത്താണെങ്കിൽ മഞ്ഞ് വീഴുന്ന പോലെ വരുന്നുണ്ട്. അത് അടുത്ത അപ്ഡേറ്റിൽ സെറ്റ് ആക്കുന്നത്. ഇവിടെ ഒരു കിഡിലൻ എന്നാ ക്രിസ്മസ് ട്രീ. പിന്നെ ഇത് ഇവിടെ വണ്ടി പോകാൻ വേണ്ടി ഭാഗത്തിന് വണ്ടി പോയി മഞ്ഞ് ഒരഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ആ ഒരു സെറ്റപ്പ്, അതെല്ലാം പൊളി. ഇവിടെ അത്യാവശ്യം നല്ല സ്കിഡാകുന്നുണ്ട്. ട്രാക്ഷൻ ഇല്ലാത്ത വണ്ടിയുമായിട്ട് ഈ ഇവൻറ്റിൽ ഓടിക്കാൻ ഇറങ്ങിയാൽ മൂഞ്ചി തിരിഞ്ഞ് ഒരു മൂലയ്ക്ക് ഇരിക്കത്തേ ഉള്ളൂ. സോ വണ്ടിയിലെ ട്രാക്ഷനൊക്കെ സെറ്റാക്കി വെച്ചു. അല്ലെ നല്ല വല്ല SUVക്ക് ഓഫ് റോഡ് ടയർ ഇട്ട്, അല്ലെ പിന്നെ ടൂറിങ് ടയറൊക്കെ ഇട്ട് ഇറങ്ങിയാൽ മതി. എന്നാലും ഇത് കൊള്ളാൻ കഴിച്ചു. കാരണം ഇപ്പം നമ്മൾ ഗെയിമിൽ കയറിയാൽ തന്നെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആണ് ഒന്നിൽ ട്രോപ്പിക്കിൽ, അല്ലെങ്കിൽ പിന്നെ ഡെസേർട്ടിൽ. ഈ 2 സ്ഥലത്താണ്. സിറ്റി 1 ഒന്നും ആരും മൈൻഡ് ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ. ഇപ്പം ഇംഗ്ലീഷ് സെർവറിലുള്ള ആൾക്കാർ മാത്രമാണ് കുറച്ച് പേര് ഈ സിറ്റി 1 നോക്കുന്നത്. ഇവിടെ ഇത് കണ്ടില്ലേ, ഇവിടെ ഈ വീടും അലങ്കരിച്ചിട്ടുണ്ട്, ലൈറ്റ് ഇട്ടിട്ടുണ്ട്, 2 ലോലിപോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ക്രിസ്മസ് തീമിന് വേണ്ടിയാണ്. എനിക്ക് പിന്നെ പനി പിടിച്ചിരിക്കുകയാണ് ഗൈസ്, സാധാരണ എൻ്റെ ശബ്ദത്തിന് ഇച്ചിരി വ്യത്യാസം വന്നിരിക്കുന്നത്. നമുക്ക് എന്നാലും നമ്മുടെ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ക്രൂ ഞാനങ്ങ് ഡിസ്ബാൻഡ് ചെയ്തു. കാരണം അതിൽ ആക്റ്റീവായിട്ട് ആരും കയറിയില്ല.
ഞാൻ പ്രതീക്ഷിച്ചതൊന്നും എനിക്ക് കിട്ടിയില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷം ആകെ ബോറാണ്. പിന്നെ നമ്മുടെ ഈ ഇവിടെ ഉള്ളൊരു ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ കാഴ്സയിലിൻ്റെ തൊട്ടടുത്തുള്ള, അതിൽ നല്ല രീതിയിൽ അവന്മാർ മാറ്റം കൊണ്ടുവരുന്നിട്ടുണ്ട്. ഇവിടെ മാവറിക്കോ വേവറിക്കോ ആ പേരിട്ടിട്ടുണ്ട് ഇതിന്. അത് നേരത്തെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് അത്യാവശ്യം നല്ല കിള്ളമായിട്ട് കാണാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത്. പിന്നെ ഈ ഒരു സൂപ്പർ മാർക്കറ്റും കുറച്ച് മൂടി പെടുത്തിയിട്ടുണ്ട്. ഇത് നേരത്തെ ഉള്ളതാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഗൈസ്. സീരിയസ്ലി ഞാനിത് ശ്രദ്ധിച്ചിട്ടില്ല. ഉള്ളതാണെങ്കിൽ നിങ്ങൾ മൈൻഡാക്കണ്ട, അല്ലെങ്കിൽ നിങ്ങളതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്ക്. പിന്നെ ഇവിടെ മൊത്തം ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അത് നല്ലൊരു രസമുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സിറ്റി ഫുള്ള് നല്ല കിടില് ഇലുമിനേഷൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇവർ. അത് നല്ല കിടിലം പരിപാടിയായി. കാരണം എന്താ പറയുക, ബ്ലൂം ഓണാക്കിയിട്ടില്ലേ, ബ്ലൂം ഓണാക്കിയിട്ട് അത്യാവശ്യം നല്ല നൈറ്റ് ഇട്ട്, ഞാനിപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ് ഈ മോർണിംഗ് ഇട്ട് കളിക്കുന്നത്. നൈറ്റ് ഇട്ട് കളിച്ചാലേ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. ബ്ലൂം ഓണാക്കി ഇടുക, നൈറ്റ് ഇടുക, പിന്നെ ആ ഒരു ലൈറ്റ് എല്ലാം ഒന്ന് സെറ്റ് കിട്ടുന്ന ഇറങ്ങുകയാണ് നല്ല കിഡിലെ ആംബിയൻസിൽ കളിക്കാൻ പറ്റും. അതൊരു നല്ല കിഡിലെ ഒരു പരിപാടിയാണ്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു കിഡിലെ വണ്ടിയും അത്യാവശ്യം നല്ല സെറ്റപ്പൊക്കെ ആക്കി ഒരു സൗണ്ട് കാണും, ഒരു അത്യാവശ്യം സ്ലോയിൽ പോകണം എന്നുള്ള രീതിയിലൊക്കെ പോകുന്ന രീതിയിൽ സെറ്റാക്കിയിട്ട് നൈറ്റ് ഇട്ട് ഓടിച്ച് നോക്കണം. നല്ല കിഡിലും ഫീലാണ്. പിന്നെ നമ്മളിപ്പം എയർപോർട്ടിലാണ് നിൽക്കുന്നത്. എയർപോർട്ടിൽ മഞ്ഞ് പെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ എയർ സ്ട്രിപ്പ് ഉണ്ടല്ലോ, അത് ഈ മഞ്ഞ് പിടിച്ചിരിക്കുന്നില്ല. അതങ്ങനെ ഒരു പരിപാടിയാക്കി. കാരണം റോഡ് പോലെ തന്നെ അതിനാലും കുഴപ്പമില്ല. കാരണം ഈ പ്ലെയിനൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ അവിടെ ക്ലീനാക്കി ഇടുന്നതെന്നൊക്കെ കരുതാം. എന്നാലും കുഴപ്പമില്ല. ഈ അപ്ഡേറ്റ് അത്യാവശ്യം നൈസാണ്. പിന്നെ നമ്മുടെ ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പോർട്ടാണ്. നമുക്കൊന്ന് പോർട്ടിൽ പോയി നോക്കണം. കാരണം ഈ ഒരു മാപ്പിൽ ഇനി മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പോർട്ടാണ്. നമ്മുടെ പോർട്ടാണ് നെക്സ്റ്റ് ലൊക്കേഷൻ. ഈ പോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഞാൻ ആലോചിച്ചത്. നമ്മുടെ ആ ബുഗാട്ടിയുടെ ആ ഒരു ബിസിനസ് ഉണ്ടല്ലോ, ബാക്ക് ടു ബിസിനസ് പാർട്ട് 2 ഒന്നും ആൾക്കാർ കണ്ടുപോലില്ല ഗൈസ്. ഞാനൊക്കെ എത്ര നേരം ഇരുന്ന് എഡിറ്റ് ചെയ്ത വീഡിയോ എന്നറിയാം. എനിക്കറിയാം എഡിറ്റിങ് കൊള്ളത്തില്ലെന്ന്, പക്ഷേ എന്നാലും ആകെ ഡൗൺ ആയിപ്പോയി. ഇതെന്ത് തേങ്ങ മലര് ഗായ്സ്, ഇത് മുടിഞ്ഞ ബഗ്ഗാണ്. അപ്പോൾ ഈ ഒരു ഇവൻറ്റിലെ മെയിൻ ബഗ്ഗെന്ന് പറയുന്നത് പോർട്ടിലോട്ടുള്ള എൻട്രൻസ് ആണ്. പോർട്ടിലോട്ട് കയറാൻ പോകുമ്പം നമ്മൾ ഭൂമിക്കടിയിലോട്ട് പോകും. അതിൻ്റെ അകത്തോട്ട് എനിക്ക് കയറാൻ പറ്റില്ല. ഞാൻ ഒരു 2 മിനിറ്റോളം ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് കയറാൻ പറ്റില്ല. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ്. എന്നാൽ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട്, നമ്മുടെ കണ്ടെയ്നറൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്തോട്ട് പോകാം. ചെറിയ പോർട്ട്, മിനി പോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ വലുതായിട്ടൊന്നും ഇല്ല ഗൈസ്. ഇവിടെ ഇതിനപ്പുറത്തോട്ട് മഞ്ഞൊന്നും ഇല്ല. അല്ല, മഞ്ഞ് പെയ്യുന്നുണ്ട്, പക്ഷെ മഞ്ഞ് പിടിച്ച് കിടക്കുന്നൊന്നുമില്ല. ആ ഒരു എന്താ പറയുക, ഇവിടെ ഒന്നും ആൾ വരാനില്ലെന്ന് വിചാരിച്ചായിരിക്കും അമ്മമാരൊന്നും അത്ര പരിപാടിയൊന്നും ഇവിടെ ഇറക്കിയിട്ടില്ല. ഇതിൻ്റെ വാതിലുണ്ട് കേട്ടോ, ഇവിടം വരെ ഉണ്ട്. അതിനപ്പുറത്തോട്ട് മഞ്ഞില്ല. അതിനാളും ഇപ്പം എന്നാ പറയാ, നമ്മൾ അവരുടെ അടുത്തൊന്നും ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല ഒന്നും, ഈ ഗെയിം ഡെവലപ്പേഴ്സിൻ്റെ അടുത്തൊന്നും. കാരണം നമ്മൾ ഇവരെ നല്ല പറഞ്ഞ് ഇവർ തൊട്ടടുത്ത് എന്തെങ്കിലും മോശം പരിപാടി കാണിക്കും. അങ്ങനത്തെ സ്വഭാവമുള്ളവർ എല്ലാ ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സ്, ഈ BGMI ഈ നമ്മുടെ ഗെയിം, ഇതിൻ്റെ എല്ലാം ഡെവലപ്പേഴ്സ് ഒരേപോലെ തന്നെയാണ്. ഉടായ്പ മൊത്തം. അപ്പം നമ്മുടെ പോലീസ് സ്റ്റേഷൻ അല്ല, ഇവിടെ ഇരുന്ന ബിൽഡിങ് എന്ത് ഗൈസ്, ഇവിടെ ഇരുന്ന ബിൽഡിങ് അവരെടുത്ത് കളഞ്ഞു കേട്ടോ. മറ്റേ ആ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉള്ള ആ ബിൽഡിങ്ങില്ലേ, അതെടുത്ത് കളഞ്ഞു. ഇപ്പോൾ മൊത്തത്തിൽ വലിയൊരു പാർക്കിംഗ് ലോട്ടാക്കി. അതെന്തിനാ ഇത്ര സ്ഥലം? എന്തിനാണ് ഇവിടെ ആരും വന്ന് മീറ്റർ പോലും വെക്കത്തില്ല. ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഈ വണ്ടിയൊക്കെ കൊണ്ടിട്ടേക്കുന്ന കാരണം എന്തിനാടാ വെറുതെ? അവിടെ അല്ലേ നല്ല ബിൽഡിങ് കൊണ്ടിട്ടാണെങ്കിൽ കൊണ്ടുവന്നു, അല്ലാതെ ഈ മോശപ്പെട്ട പരിപാടി കാണിക്കുന്നത്. ഇത് എടുത്ത് കളഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക്? ഇവിടെ ഒരു അതെ, ഇവിടെ ആയിട്ടൊരു ഇവിടെ ഇരുന്ന് ആ കുതിര എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഇട്ടിട്ടുണ്ട് ഇച്ചിരി വലിപ്പമുള്ള. ആ കുതിര മതിയായിരുന്നു. അത് നമ്മുടെ ഒരു ഐക്കോണിക് സാധനമാണ്, ഒരു സ്മാരകം എന്നൊക്കെ പറയാം. ഈ ക്രിസ്മസ് ട്രീ എന്നാലും കൊള്ളാം. ഇത് രാത്രിയിലിട്ട് നോക്കിയാൽ ഇതിൻ്റെ ഒരു ഫുൾ രസം മനസ്സിലാകത്തുള്ളൂ. കാരണം ഇപ്പം മോർണിംഗ് ഇട്ടിട്ട് നമുക്ക് ആ ലൈറ്റ് കത്തിക്കുന്ന വലിയ ഇതായിട്ടൊന്നും കാണത്തില്ല. ജസ്റ്റ് തന്നെ ഒരു കളർ പോലെ തോന്നുന്നുള്ളൂ രാവിലെ. രാത്രി പക്ഷേ നമ്മുടെ ഗെയിമിൻ്റെ നൈറ്റ് എന്ന് പറഞ്ഞാൽ അത്ര എഫക്റ്റുള്ള നൈറ്റല്ല. അത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്ന പോലെ ഇരിക്കും അതിൻ്റെ എഫക്റ്റ്. ഞാൻ അടുത്ത എൻ്റെ വീഡിയോ ചെയ്യുന്നത് നൈറ്റ് ഇട്ടിട്ട് ചെയ്യാം. അതാണെങ്കിൽ നിങ്ങൾക്ക് ആ പറഞ്ഞതിൻ്റെ ആ ഒരു പൊരുൾ മനസ്സിലാകത്തുള്ളൂ. പിന്നെ അതായത് നമ്മുടെ ഇവിടുത്തെ ഫ്യൂവൽ സ്റ്റേഷൻ ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മറ്റേ സൂപ്പർ മോളിയോ ആ സംഭവം ഉണ്ടല്ലോ, ട്രോപ്പിക്കിലൊക്കെ ഉള്ള ആ സെയിം ഐറ്റം ആക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ പണിയുന്ന സംഭവം ഒന്നും കാണുന്നില്ല, അതൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ മെയിനായിട്ട് വന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന കാർ മാർട്ട്,
കാർ മാർക്കറ്റ് അതെടുത്ത് മാറ്റി, കാറിൻ്റെ സൂപ്പർ മാർക്കറ്റ് എടുത്ത് മാറ്റി. ഇവിടെ ഫുള്ള് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കും. ഇനി ഇവിടെ ബൂർജ് ഖലീഫയോ എന്തെങ്കിലുമൊക്കെ വരുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഉപകാരമൊന്നുമില്ല. ഇവിടെ കിടന്ന റേസ് ട്രാക്ക് ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് മൺകുമാരും കൊണ്ടൊക്കെ ഇട്ടേക്കുന്നതിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വഴിക്ക് ഇവിടെ എന്തെങ്കിലും നല്ല വലിയ എന്തെങ്കിലും ഉപകാരമുള്ള ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബിൽഡിങ് വന്നാൽ നല്ലതായിരിക്കും. അല്ലാതൊന്നും ഇല്ല. എന്താ മടുപ്പാക്കി കളഞ്ഞാൽ വീണ്ടും ശോകമാവും ഗെയിം. പിന്നെ നമുക്കിനി ആ ഫുട്ബോൾ സ്റ്റേഡിയം കൂടെ ഒന്ന് പോയി നോക്കിയേക്കാം. ഏക്കാലും ഇവിടം വരെ വന്നല്ലേ. ഇവിടെയും മഞ്ഞുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ അത്യാവശ്യം മഞ്ഞുണ്ട്. സ്റ്റേഡിയത്തിനകത്തുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. വണ്ടി ക്രഷ് അത്യാവശ്യം നല്ലതായിട്ട് സ്കിഡ് ആവുന്നുണ്ട്. വണ്ടിയുടെ ടയർ മാറ്റിയിട്ടൊന്നും ഒരു കാര്യമില്ല. പയ്യെ പോവുക എന്നുള്ളത് ഒരു ഓപ്ഷൻ ഉള്ളൂ. കാരണം നമുക്ക് ഇതുവരെ സ്നോ ടയേഴ്സ് കൊണ്ടുവന്നിട്ടില്ല ഇവർ, മറ്റേ മുള്ളൊക്കെ ഉള്ള. ഇവിടെ അത്യാവശ്യം മഞ്ഞുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ അത്യാവശ്യം നല്ല കിള്ളൻ രീതിയിൽ ഫുള്ള് മഞ്ഞുണ്ട്. ഈ വഴിക്കൊക്കെ ഈ വഴിക്കൊന്നും ഒന്നുമില്ല. തിരിച്ചു പോയേക്കാം. അപ്പം എന്താ ഫുട്ബോൾ സ്റ്റേഡിയം വരെ മഞ്ഞാക്കിയിട്ടുണ്ട്. അപ്പം അവന്മാർ നല്ല അറിഞ്ഞ് പണിയെടുത്തിട്ടുണ്ട് ഒരു പരിധി വരെ. മൊത്തത്തിൽ ഇല്ല കേട്ടോ, അവന്മാർ മൊത്തത്തിൽ പോയിട്ട് പറയാനൊന്നുമില്ല. മാന്യമായ രീതിയിൽ പണിഞ്ഞിട്ടുണ്ട്, അത്ര പറയാം. അതിന് മുകളിലോട്ടൊന്നുമില്ല. ഇത് നല്ല സ്കിഡിങ് ആകട്ടോ. ഇവിടെ വണ്ടി റേസൊന്നും നടക്കത്തില്ല ഈ ഒരു സിറ്റി മുകളിലിനി, കാരണം നല്ല തെന്നല. ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ എവിടെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കാണാൻ വേറെ സ്ഥലമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ ഏതൊരു സ്ഥലം ഞാൻ മിസ് ചെയ്തു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേ. ഇനി എന്നാണ് നമുക്ക് നമ്മുടെ ഡോണറ്റ് ഷോപ്പിൽ പോകാം. നമുക്ക് ഡോണറ്റ് ഷോപ്പിലോട്ട് പോകാം. നമുക്കിനി വേറെ സ്ഥലമൊന്നും കാണാനില്ല. എന്താണേലും എനിക്ക് എന്താ പറയുക, ഇടിച്ചു. ഈ അപ്ഡേറ്റ് മോശം പറയാനൊന്നും ഇല്ല വലുതായിട്ട്. ആ ഒരു ബഗ് അതൊക്കെ അവന്മാർ ഫിക്സ് ചെയ്തിട്ട് ഇറക്കിയില്ലെങ്കിൽ എന്നെ ഉള്ള കാര്യം പറയാലോ, എല്ലാ അവന്മാരും കളി നിർത്തും. ഓൾറെഡി മറ്റേ ഓൺലൈനകത്തുനിന്ന് എക്സിറ്റ് ആയി പോകുന്ന ഒരു ബഗ്ഗുണ്ട്. ഇവിടെയൊക്കെ നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ പാലത്തിന് വേണ്ടത്. നമുക്ക് ഞാൻ ഈ അക്കൗണ്ട് ബിസിനസ് മേടിച്ചിട്ടില്ലായിരുന്നു, കാരണം കാശുള്ളതുകൊണ്ട്. അതുകൊണ്ട് മേടിച്ചേക്കാം. ഇവിടെ മൊത്തം മഞ്ഞ കേട്ടോ. ഇവിടെ നല്ല ആംബിയൻസ് ആണ്. ഇവിടെ കടന്ന വണ്ടിയൊക്കെ എടുത്ത് കളഞ്ഞു, അത് നന്നായി. ഈ കട്ടിങ്ങൊക്കെ ഈ വണ്ടിയുടെ ഒരു ക്ലിയറൻസിന്, ഗ്രൗണ്ട് ക്ലിയറൻസിന് പോകത്തില്ല. ഇവിടെ ഫുള്ള് മഞ്ഞ കേട്ടോ. ഇവിടെ മഞ്ഞ് കൂമ്പാരം. ഇവിടെ ഡ്രൈവ് ത്രൂവിൻ്റെ ഈ ഒരു വഴി ക്ലിയർ ചെയ്തിട്ടുണ്ട് കുറച്ച്. ഇതൊക്കെ പക്ക കേട്ടോ, ഇതൊക്കെ പക്കാണ്. ഇതിനെനിക്ക് ഉള്ള കാര്യം പറയില്ല, മോശം പറയാനൊന്നുമില്ല. പിന്നെ ഇവിടെ മൊത്തം എന്താ നമുക്കൊന്ന് നോക്കാം. ഇവിടെ മണ്ടയിലൊരു സ്നോമാനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ ലോലിപോപ്പ് ലൈറ്റ് അത് ഇതൊക്കെ ഉണ്ട്. കൊള്ളാം കൈസ്. ഇവിടെ ആ പുറകെ കണ്ടാൽ നമ്മുടെ മറ്റേ വലിയ ബിൽഡിങ്ങിൻ്റെയൊക്കെ അവിടെ ഇലുമിനേഷൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ എത്രയാണ് വലിയ ലൈറ്റ് കിട്ടേക്കുന്നത്. അകത്തോട്ടൊന്നും ഇല്ല, അകത്തോട്ട് സിമ്പിളാണ്. പക്ഷെ ഇത് ഇവിടെ കൊള്ളാം കേട്ടോ. ആ ഒരു വിഷ്വല് കൊള്ളാം. എന്നാലും അത്യാവശ്യന്മാർ അറിഞ്ഞ് പണിയെടുത്തിട്ടുണ്ട് കൈസ്. മോശം പറയാനൊന്നും ഇല്ല വലുതായിട്ട്. ചില ബഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ ഇനിയും ഞാൻ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ ഓൾ, ടേക്ക് കെയർ, ഡൂം വൈറ്റി സൈനിങ് ഓഫ്.